അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വീഡിയോ കുറച്ച് ലോങ് ഉണ്ടാവും. വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ചില ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് എടുക്കാം, ചിലപ്പോൾ ചിന്തിക്കാം ആ പോസിറ്റീവാണ് ഇത് പറയുന്നത് കറക്റ്റാണെന്ന് ചിലവർക്ക് തോന്നാം. എന്തായാലും നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഇതിന്റെ തെറ്റും ശരികളൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ദേ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. അടിമ സ്ത്രീകളെ ഭോഗിക്കാമെന്ന് ഇപ്പോഴും പച്ചയ്ക്ക് സ്ത്രീവിരുദ്ധത വിളിച്ചു പറയുന്ന ആളുകളുള്ള ഒരു ഏരിയ ആണത്. മനസ്സിലായോ? ഉണ്ട്. ആ കൊലയിൽപ്പെട്ട ഒരു ചെറിയ കൊല മാത്രമാണ് ഈ ചെക്കൻ ചേച്ചിക്ക് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ അത് നടക്കുന്നേ ഇല്ല. അപ്പോൾ ഇസ്ലാമിനെ കയറി പിടിച്ചു. അങ്ങനെ ചേച്ചി, നമുക്കറിയാലോ ഇസ്ലാമിൽ കുറേ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയും മുസ്ലിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് പല ആളുകൾക്കും അംഗീകരിക്കാനും പറ്റും, ചില ആളുകൾക്ക് അംഗീകരിക്കാനും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ കിടപ്പ് വശം. അപ്പോൾ ഇത് ചേച്ചി എടുത്തിട്ട് വന്നിട്ട് ഓരോ ഉസ്താദന്മാർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് തല മറയ്ക്കണം, ഹിജാബ് ഇടണം, തട്ടടണം. പണ്ടത്തെ പോലെ പെണ്ണുങ്ങൾ പ്രസവിച്ചു നല്ല ആരോഗ്യപരമായിട്ട് പ്രസവിച്ചു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പറ്റുന്നില്ല. പ്രസവത്തിന് പോയി കഴിഞ്ഞാൽ തന്നെ വലിയ വലിയ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ MRI സ്കാനിങ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും വെറുതെ ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ഉസ്താദന്മാർ വരുന്നുണ്ടല്ലോ. ഇത് നമുക്ക് ചിലപ്പോൾ യോജിക്കാനും പറ്റും, ചിലപ്പോൾ യോജിക്കാനും പറ്റില്ല. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചേച്ചി കയ്യിലെടുക്കും. അതുപോലെ തന്നെ പല സംഭവങ്ങളും ഇസ്ലാമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അംഗീകരിക്കാൻ പറ്റാത്തതുണ്ടോ ചില ആളുകൾക്ക്, അതൊക്കെ എടുത്തിട്ട് വന്ന് പുള്ളിക്കാരി നല്ല അലക്കലക്കും കയ്യടി വാങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ പുള്ളിക്കാരി കാണുന്ന ഒരു സമൂഹമുണ്ട്, പുള്ളിക്കാരിൻ്റെയൊക്കെ ആളുകളുടെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്നത് ഈ കോണം ഉണ്ടല്ലോ, കോണകം. അതായത് നിങ്ങൾക്ക് ചെറിയ കോണ കൊടുത്തിട്ട് സ്കൂളിലേക്ക് വരെ കുട്ടികളുടെ മുന്നിൽ, അത് ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളും, അവരുടെ മുന്നിലേക്ക് പോവുകയാണ്. എന്നിട്ട് കുട്ടികൾ നാണക്കേടായിട്ട് കണ്ണ് മറക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് മനുഷ്യർ സ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ തുണിയില്ലാതെ നടക്കുന്നത് അല്ലേ, പെണ്ണുങ്ങൾ വരെ. എന്നിട്ട് ഫുള്ള് ഈ എന്താ പറയുക, ഒരുമാതിരി വെള്ള പൗഡറാ പൊടിയാ എന്താണാവോ അതൊക്കെ അങ്ങ് തേച്ചിട്ടാണ് റോട്ടിൽ കൂടിയൊക്കെ നടക്കുന്നത്. ചിലപ്പോൾ വഴി പോകുന്ന ആൾക്കാരൊക്കെ തല്ലും. ഇതിപ്പോൾ കേരളത്തിൽ ചിലവർക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, കേരളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊന്നും പുള്ളിക്കാർ കാണില്ല, ഇതിനെക്കുറിച്ചൊന്നും പറയില്ല. ഇസ്ലാമിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഇത് വന്ന് ഇവിടെ പറയും. ശരിയാണ്, ഇസ്ലാമിൽ കുറേ പ്രശ്നങ്ങളുണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഞാനതൊക്കെ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് അതേ രീതിയിൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, മദ്രസയിൽ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസം എടുക്കാൻ പറ്റില്ല, നല്ല ജോലിക്ക് പോകാൻ പറ്റില്ല, നമുക്കൊരു ഓഫീസറാകാൻ കഴിയില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിദ്യാഭ്യാസം നമ്പർ 1 ആണ്. അതിൽ ഇസ്ലാം പല സ്ഥലത്തും പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കുറേ മുസ്ലിങ്ങൾ നല്ല രീതിയിൽ മക്കളെ പഠിപ്പിച്ച് ഒരുപാട് ഉദ്യോഗസ്ഥരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് കുരു പൊട്ടിയിട്ട് എന്ത് ചെയ്തു, മുസ്ലിങ്ങൾ എല്ലാ സ്ഥലത്തും വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലേ, കറക്റ്റ് അല്ലേ? പിന്നെ രണ്ടാമത്തത്, പണ്ട് കാലത്ത് ഒരു പെൺകുട്ടി വീട്ടിൻ്റെ പുറത്ത് വരില്ല അല്ലേ, ഒരു ചെക്കൻ പഞ്ചായത്തടിക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങിയാൽ പോലും ഒരു പെണ്ണിനെ കാണാൻ കഴിയില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ആണും പെണ്ണും തോന്നിയ പോലെ കറക്റ്റാണ്. കല്യാണം കഴിക്കുന്ന മുന്നിൽ തന്നെ എല്ലാ സംഭവങ്ങളും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി, ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും പറയുന്നതല്ല, ഞാൻ പറയുകയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഒരു ചെക്കൻ്റെ ഇപ്പോൾ ബോയ് ഫ്രണ്ട് ആയിട്ട് പല സ്ഥലത്തിലേക്ക് പോവുകയാണ്, വീട്ടുകാർ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം ഉള്ളപ്പോൾ ഇസ്ലാമിൽ ഇപ്പോഴും ഈ ഉസ്താദ്മാരെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞ് കുറേയൊക്കെ പിടിച്ച് നിൽക്കുന്നത് ഈ കാലഘട്ടം വരെ കുറേയൊക്കെ 100% ഒന്നും പറയാൻ പറ്റില്ല. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് പറഞ്ഞ് ഏത് കേസിലും പെടാതെ MDMO കഞ്ചാവോ മറ്റുള്ള കാര്യങ്ങളൊക്കെ, എന്നറിയാലോ സ്ത്രീകൾ വരെ ഒരുപാട് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിലൊന്നും പെടാതെ കുറേയൊക്കെ ഇസ്ലാമപരമായി ജീവിക്കുന്നുണ്ട്, പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത ജനറേഷൻ വരുമ്പോൾ ഇത് ഉറപ്പാകണമെന്നൊന്നുമില്ല. ഈ ജനറേഷൻ വരെ കുറച്ചൊക്കെ കുഴപ്പമില്ല. അടുത്ത ജനറേഷൻ ചിലപ്പോൾ ഇതിനേക്കാളും മാരകമായിട്ടുള്ള ഡ്രഗ്സ് ആയിരിക്കും ഉപയോഗിക്കുക. ഇതാണ് യഥാർത്ഥ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇടയ്ക്ക് വന്ന ചേച്ചി പറഞ്ഞു, ഇസ്ലാമിൽ ആര് കണ്ടില്ലെങ്കിലും തുണി ഇല്ലാതെ കുളിക്കുന്നത് പോലും തെറ്റാണെന്ന്. അതൊക്കെ ചേച്ചി എടുത്തിട്ട് വന്ന് എനിക്ക് തുണിയില്ലാതെ കുളിച്ചാലൊക്കെ സുഖം ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിലൊക്കെ പറഞ്ഞ് മാക്സിമം ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ച് ഒന്ന് വൈറലായി. അതുപോലെ തന്നെ കുറേ കമൻറ്റുകളൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ചില ആളുകൾ, ചില പൊട്ടന്മാർ എന്ത് ചെയ്യും, ഇസ്ലാമിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ട് ഇങ്ങനെ കമൻറ്റിൽ പറയും. അപ്പോൾ അത് കണ്ടിട്ട് വേറൊരുത്തവന്മാർ വന്നിട്ട് എന്ത് പറയും, 6 വയസ്സിൽ അങ്ങനെ വലിപ്പിച്ചില്ലേ, ഇങ്ങനെ കല്യാണം കഴിച്ചില്ലേ. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും ഇവരെന്നല്ല, ഇപ്പം നമുക്ക് അന്നല്ല ഇന്നടക്കം നമുക്ക് നോക്കിയാൽ ചെറിയ കുട്ടികളെ കല്യാണം കഴിക്കുന്നത് എത്ര ഉണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. സ്വന്തം അച്ഛൻ വരെ മകളെ കല്യാണം കഴിക്കുന്നത് ഞാൻ വീഡിയോ എപ്പോൾ തന്നെ കണ്ടിട്ടുള്ളത്. അത് ഞാൻ എന്താ വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാനിതിൻ്റെ അകത്തിടാത്തത്, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ. സ്വന്തം മരുമകനെ തന്നെ അമ്മായിയമ്മ കല്യാണം കഴിക്കുന്നത് എന്തൊക്കെ വൃത്തിയോടാണ്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും ചേച്ചിക്ക് പറയാൻ സമയമില്ല, അല്ലെങ്കിൽ ചേച്ചിക്ക് പറയുമ്പോൾ നാണക്കേട്. സ്വന്തം സമുദായത്തെക്കുറിച്ചൊന്നും അങ്ങനെ പറയില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇസ്ലാംപരമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ ദുശീലങ്ങളിലൊന്നും പെടാതെ കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അടുത്ത ജനറേഷൻ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്വം എന്താണെന്ന് അറിയാൻ പറ്റും. ഇന്ന് നമുക്ക് ഈ ലോകം പോണ പോക്കെല്ലാം, ഈ ലോകത്ത് എല്ലാ മനുഷ്യരും പോകുന്നത്
ഒരൊറ്റ ദശ നോക്കിയിട്ടാണ്, അത് അമേരിക്കയെ നോക്കിയിട്ടാണ്. അത് നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കേൾക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന ഏത് മുസ്ലിം ആണെങ്കിൽ വെച്ചോളൂ, എല്ലാ വ്യക്തികളും അമേരിക്കയുടെ ആ ഒരു സ്റ്റൈലിലേക്കാണ് പോയിട്ടിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് അറിയുന്നില്ല എന്നുള്ളൂ. നമ്മൾ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ, വളരെ സ്ലോവിലാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടിരിക്കുന്നത്. നമ്മൾ മാത്രം വളരെ സ്ലോവിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മളും അവിടെ കാലങ്ങൾ കടന്നു പോകണം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരും ഈ അമേരിക്കയെ നോക്കിയിട്ടാണ് പോയിട്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ. നമുക്കറിയാം സൗദിയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. സ്ത്രീകൾ കാർ വരെ ഓട്ടാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ഇന്ന് എന്തൊക്കെയാണ്, ഇന്ന് ബാർ വരെ സൗദിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നാലിച്ച് നോക്കൂ, എല്ലാം കെട്ടിലെ നോക്കിയിട്ട് പോകുന്നത് അതാണ്. ആര് തന്നെ തടയാൻ ശ്രമിച്ചാലും നിൽക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. പണ്ട് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷനെ സ്ത്രീകൾ തുരത്തും എന്നുള്ള രീതിക്കൊക്കെ. അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ചേച്ചി ഒന്ന് വൈറലാക്കി വിടി. ചേച്ചി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഇസ്ലാമിൻ്റെ എന്തൊക്കെ ന്യൂനതകളുണ്ടോ അതെല്ലാം കണ്ടെത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയുക.